ഗൈസ് വെൽക്കം ടു എ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ട്രാവൽ വ്ളോഗാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതെൻ്റെ യൂട്യൂബ് ചാനലിലെ ആദ്യത്തെ ട്രാവൽ വ്ളോഗാണ്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്ന് സപ്പോർട്ട് ചെയ്യുക, മിസ്റ്റേക്സ് ഒക്കെ ഒന്ന് പറയുക, ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദി വീഡിയോ. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പോകുന്നത് പാലുകാച്ചിപ്പാറ എന്നൊരു ടൂറിസ്റ്റ് ലൊക്കേഷനിലേക്കാണ്. ഇത് കണ്ണൂരിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ട്രെക്കിംഗ് ടൂറിസ്റ്റ് ലൊക്കേഷനാണ്. നമുക്ക് സൈറ്റ് സീയിങ്ങിനൊക്കെ വളരെയധികം നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. അപ്പോൾ ഏകദേശം ഒരു 4 മണി ആ സമയമൊക്കെ ആയപ്പോഴാണ് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇവിടത്തേക്ക് ഇറങ്ങിയത്. എൻ്റെ കൂടെ എൻ്റെ ഒരു കസിൻ ബ്രദറും ഒപ്പം ഉണ്ടായിരുന്നു. നമുക്ക് വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 10-11 കിലോമീറ്ററാണ് ഇവിടത്തേക്ക് ഉള്ളത്. മാത്രമല്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടേക്ക് വരുമ്പോൾ ഏറ്റവും നല്ല ടൈം എന്ന് പറയുന്നത് ഒന്നിക്കൽ വൈകിട്ട് വരുന്നതോ, അതായത് ഈവനിങ് ടൈമിലൊക്കെ വരുന്നതോ, അല്ലെങ്കിൽ അതിരാവിലെ വരുന്നതാണ്. കാരണം നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ട് ആ ഒരു ടൈമിൽ വരുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ഇവിടെ ഒരു പാറ പോലത്തെ ഏരിയ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ഉച്ച സമയത്തോ അല്ലെങ്കിൽ ഒരു വെയിലൊക്കെ ഉള്ള സമയത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് തീരെ എൻജോയ് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ ഒരു വലിയ ഇഷ്യൂ ആയിട്ട് വരും. അതുപോലെ തന്നെ ഇവിടേക്ക് പോകുമ്പോൾ റോഡുകളെല്ലാം അത്യാവശ്യം നല്ല റോഡുകളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ യാത്ര എൻജോയ് ചെയ്ത് പോകാനായിട്ട് സാധിക്കും. മാത്രമല്ല പാലുകാച്ചിപ്പാറയുടെ വൺ ഓഫ് ദ മെയിൻ അട്രാക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നമുക്ക് നമ്മുടെ കണ്ണൂർ വിമാനത്താവളം ഡയറക്റ്റായിട്ട് കാണാൻ കഴിയും എന്നത് തന്നെയാണ്. അപ്പോൾ ഗൈസ് ഇപ്പം നമ്മൾ കടന്നു പോകുന്നത് ശിവപുരം എന്ന് പറയുന്നൊരു ടൗണാണ്. അത് ഈ പാലുകാച്ചിപ്പാറ എന്ന് പറയുന്ന ടൂറിസ്റ്റ് ലൊക്കേഷൻ്റെ വളരെ അടുത്തായിട്ടുള്ള ഒരു ടൗണാണ്. അത്യാവശ്യം ചെറിയൊരു ടൗണും കാര്യങ്ങളൊക്കെയാണ്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ഒരു 2 കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു 1.5 കിലോമീറ്റർ മാത്രമേ ദൂരമേ നമ്മുടെ പാലുകാച്ചിപ്പാറ എന്ന് പറയുന്ന ലൊക്കേഷനിലേക്കുള്ളൂ. നമുക്ക് വഴിയും കാര്യങ്ങളൊക്കെ ചെറിയ ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ കുറേ ആൾക്കാരോടൊക്കെ ചോദിച്ചാണ് നമ്മൾ ടൂറിസ്റ്റ് ലൊക്കേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗൈസ് പാലുകാച്ചിപ്പാറയിലേക്ക് പോകുമ്പോൾ വലിയ രീതിയിലുള്ള ബോർഡും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഈ ലൊക്കേഷൻ എവിടെയാണെന്നുള്ള കാര്യത്തിൽ ഡൗട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ അവിടെയുള്ള ലോക്കലായിട്ടുള്ള ആൾക്കാരോടൊക്കെ വഴി ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും അവിടേക്ക് എത്തിപ്പെടാനായിട്ട്. അപ്പോൾ ഈ പാലുകാച്ചിപ്പാറയിലേക്ക് പോകുവാനായിട്ട് നമുക്ക് ഏകദേശം ഒരു 1.5 കിലോമീറ്ററോളം നടന്ന് ട്രെക്ക് ചെയ്ത് മുകളിലോട്ടേക്ക് പോകാനായിട്ടുണ്ട്. നമ്മുടെ വണ്ടി എടുത്ത് മുകളിലോട്ടേക്ക് പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമില്ല, കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള റോഡാണുള്ളത്. അപ്പോൾ ഞങ്ങൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു സ്ഥലം നോക്കി വണ്ടി പാർക്ക് ചെയ്തിട്ടാണ് മുകളിലോട്ടേക്ക് പോകാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു 1 അല്ലെങ്കിൽ 2 മാക്സിമം ഒരു 3 മണിക്കൂറെങ്കിലും അവിടെ സ്പെൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടി ഒരു നല്ല സ്ഥലം നോക്കി പാർക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ നടന്ന് നമ്മുടെ പാലുകാച്ചിപ്പാറയിലേക്ക് പോകുന്നത്. അപ്പോൾ ഏകദേശം ഒരു 4 മണി ടൈം ആയിരുന്നെങ്കിലും നല്ല വെയിലുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് മുകളിലോട്ടേക്ക് പോകുമ്പോൾ നല്ല രീതിയിൽ ദാഹിക്കാനൊക്കെ ചാൻസസ് ഉണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും മുകളിലേക്കൊക്കെ പോകുമ്പോൾ നല്ല വെള്ളവും കാര്യങ്ങളൊക്കെ കരുതിയിട്ട് പോകുന്നത് നല്ലതായിരിക്കും. അപ്പോൾ മുകളിലോട്ടേക്ക് നല്ല ഓഫ് റോഡ് ആയിട്ടുള്ള റോഡാണ്. അപ്പോൾ നല്ല ഓഫ് റോഡ് വണ്ടികളൊക്കെ ഉള്ളവർക്ക് ആ വണ്ടി എടുത്ത് മുകളിലോട്ടേക്ക് പോകാനായിട്ട് ശ്രമിക്കാവുന്നതാണ്. അപ്പോൾ ഗൈസ് ഞാൻ എൻ്റെ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യുന്നത് എൻ്റെ മൊബൈൽ ഫോണിലാണ്. അപ്പോൾ ക്ലാരിറ്റി ഇഷ്യൂസൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. അപ്പോൾ ഇവിടേക്ക് പോകുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാനായിട്ടുണ്ട്. അതിൽ മെയിനായിട്ടുള്ള ഒന്നാണ് ഇവിടെയുള്ളൊരു കോറ. എനിക്ക് തോന്നുന്നത് കുറച്ച് കാലം മുമ്പിട്ട് ഇവിടെ ഒരു കോറ ഉണ്ടായിരുന്നെന്നാണ്. അപ്പോൾ ഗൈസ് നിങ്ങൾ പാലുകാച്ചിപ്പാറയിൽ വരുമ്പോൾ എന്തായാലും ഈ ഏരിയ ഒന്നൊന്ന് കാണുക. ഈ കോറ അത്യാവശ്യം നല്ല രീതിയിൽ കാണാൻ ഭംഗിയുള്ളൊരു ഏരിയയാണ്. ഇതിൻ്റെ ഹൈറ്റ് അത്യാവശ്യം നല്ല രീതിയിലുണ്ട്. നിങ്ങൾക്ക് എന്തായാലും ഇവിടെ വെച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ നല്ല രീതിയിൽ പറ്റും. അപ്പോൾ ഇത് കണ്ടതിന് ശേഷം ഞങ്ങളുടെ യാത്ര തുടർന്നു. ഏകദേശം ഒരു 1.5 കിലോമീറ്റർ മുകളിലേക്കുണ്ട്. പക്ഷേ നല്ല കുത്തനെയുള്ള കയറ്റമൊന്നുമല്ല ഉള്ളത്. അത്യാവശ്യം നമുക്ക് നടന്നു പോകാൻ പറ്റിയ വഴികളും കാര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു ഏരിയ ആണ്. നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് നമുക്ക് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് തന്നെ മുകളിലേക്ക് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഏകദേശം ഇതിൻ്റെ മുകളിലെത്തിയിട്ടുണ്ട്. ഏകദേശം ഒരു 3000 അടി എബോവ് സീ ലെവലിലാണ് ഈ ഒരു ഏരിയ നിലനിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള വ്യൂവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ ഏകദേശം നമ്മുടെ സൂര്യനൊക്കെ അസ്തമിക്കാനാവുന്നേ ഉള്ളൂ. പക്ഷേ ആ ടൈമിലാണെങ്കിൽ പോലും കാണാൻ നല്ല ഭംഗിയായിരുന്നു. മാത്രമല്ല നമുക്ക് താഴെ നല്ല അത്യാവശ്യം ചൂടായിരുന്നു. മുകളിൽ വന്നപ്പോൾ നമ്മുടെ കാലാവസ്ഥയൊക്കെ കുറച്ച് മാറ്റം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടി തണുപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല രീതിയിലുള്ള കാറ്റും ഉണ്ട്. അപ്പോൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് നമ്മൾ ആ വൈബൊക്കെ ആസ്വദിച്ചതിന് ശേഷം നമ്മൾ മെല്ലെ പാലുകാച്ചിപ്പാറയുടെ മറ്റു ഭാഗങ്ങളിലേക്കാണ് നീങ്ങുന്നത്. അപ്പോൾ ഇവിടെ കുറേ അധികം പാറക്കൂട്ടങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാ സൈഡിലും കുറേ ഏരിയസ് ആയിട്ട് കുറേ അധികം വ്യൂസും കാര്യങ്ങളൊക്കെ പാലുകാച്ചിപ്പാറയിലുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് സമയം തന്നെ ഇവിടെ മൊത്തത്തിൽ നടന്ന് കാണാനായിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ നല്ല കെയർഫുള്ളായിട്ട് നമുക്ക് ഈ വ്യൂസും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടു തീർക്കാനായിട്ട് പറ്റും.
ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ പ്ലാൻ ചെയ്തതിനെക്കാട്ടും കുറച്ചും കൂടി നേരത്തെ ഞങ്ങളവിടെ എത്തി. കാരണം നമുക്ക് കുറച്ച് രീതിയിൽ വെയിലൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് തന്നെ വന്നുകൊണ്ട് തന്നെ ഈ ടൈമിൽ ആരും എത്തിയിട്ടില്ലായിരുന്നു. കാരണം ഏകദേശം ഒരു 6 മണി ആ ടൈമൊക്കെ ആകുമ്പോഴാണ് എല്ലാവരും ഈ ഏരിയയിലേക്ക് വരിക. അപ്പോൾ ഇവിടെ തന്നെ ഒരു മൊബൈൽ ടവറും കാര്യങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്നുണ്ട്. മാത്രമല്ല അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫോറസ്റ്റ് ഏരിയയും ഇവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഗൈസ് എല്ലാവരും മാക്സിമം ഇവിടെ വന്ന് എൻജോയ് ചെയ്യുക.